ഉണ്ടാകട്ടെ. ഓശാന പാടിക്കൊണ്ട് കഴുതപ്പുറത്ത് വരുന്ന ക്രിസ്തുവേശുവിനെ സ്വീകരിച്ച ജെറുസലേം സമൂഹത്തെ വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒലിവ് ചില്ലകളും കുരുത്തോലകളും ഏന്തി തങ്ങളുടെ വസ്ത്രങ്ങൾ തന്നെ ആ കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്ന ക്രിസ്തുവിന് വേണ്ടി വിരിച്ചു കൊടുത്ത് യേശുവിനെ ജെറുസലേം ദേവാലയത്തിലേക്ക് ആർപ്പ് വിളിച്ച് ഒരു വലിയ സമൂഹം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ലാസറിനെ ഉയർപ്പിച്ചത് കൂടെ കൊണ്ടാണ് യേശുവിനെ അത്രയും വലിയ ആരവത്തോടുകൂടെ ആ ജനത സ്വീകരിച്ചത് എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുകയാണ്. കഴുതക്കുട്ടിയുടെ പുറത്ത് സമാധാനത്തിന്റെ രാജാവായി വിളിക്കപ്പെടുന്ന ക്രിസ്തുവിനെ എതിരേൽക്കാൻ അനേക ജനതയുണ്ടായിരുന്നു. എന്നാൽ ആ ഓശാനയ്ക്ക് അപ്പുറം മർക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അടുത്ത ദിവസം യേശു ദേവാലയത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെ കണ്ട് ദൈവത്തിൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ ആലയം, അത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാട്ടവാറ് ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെയും കച്ചവട വസ്തുക്കളെയും തട്ടിത്തെറിപ്പിക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, തലേ ദിവസം യേശുവിനെ എതിരേറ്റ അതേ ജനത ഇതാ പിറ്റേ ദിവസം ക്രിസ്തുവിന് എതിരെ തിരിയുന്നു. യേശുവിന് ഓശാന പാടിയ ജനത തന്നെ ഇതാ യേശുവിൻ്റെ അടുത്ത് മുറുമുറുപ്പുമായി വരുന്ന ഒരു ജനത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് യേശു ജെറുസലേം ദേവാലയത്തെ വിശുദ്ധീകരിച്ചത്? യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തൻ്റെ ശരീരമാകുന്ന ആലയമാണ് ഇനി വരാനിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ആ ദൈവത്തിൻ്റെ ആലയം വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എത്ര പേര് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ ആലയത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്? പലപ്പോഴും ദൈവത്തിൽ നിന്നകന്ന് പാപത്തിലും തിന്മയിലും ജീവിക്കുന്ന നമ്മളെ കർത്താവ് ഇന്ന് ഈ ഹോളി വീക്കിന്റെ ആദ്യ ദിവസം വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുക. തലേ ദിവസം കഴുതപ്പുറത്ത് വന്ന അതേ ക്രിസ്തുവേശു തന്നെ ഇന്ന് നമ്മുടെ മുൻപിൽ വരുന്നു, നമ്മളെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവിൻ്റെ മുൻപിൽ വിശുദ്ധിയോടെ എൻ്റെ ശരീരത്തെ പൂർണ്ണമായി അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ, എൻ്റെ ആത്മാവിനെ പൂർണ്ണമായി കർത്താവെ നിന്റെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ, എൻ്റെ പാപമാലിന്യങ്ങളെ മാറ്റി നിന്റെ ആത്മാവ് വസിക്കുന്ന ഈ ആലയത്തെ യേശുവേ നാഥ അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ. പാപത്തിന് വിട്ടുകൊടുക്കാതെ എൻ്റെ ശരീരത്തെ ഞാൻ പൂർണ്ണമായി, ഞങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഞങ്ങൾ തരികയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ ദേവാലയത്തെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ പാപത്തെയും എൻ്റെ കോപത്തെയും ക്രോധത്തോടെ കാണരുതേ അപ്പ. ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. കോപമാർന്നൊരു നയനമോടെ കർത്താവേ നീ എന്നെ നോക്കരുതേ, ക്രോധമെഴും മുഖ ഭാവമോടെ കർത്താവേ നീ എന്നെ ശാസിക്കലേ. പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധി
പ്രവാചകന്റെ പുസ്തകത്തിൽ അതിൻ്റെ 9-ാം അധ്യായത്തിൽ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. അവൻ സമാധാനത്തിന്റെ രാജാവാകയാൽ അവൻ കടന്നു വരുന്നത് ഇതാ കഴുതക്കുട്ടിയുടെ പുറത്താണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലെ ദൈവീക പ്രവചനത്തിന്റെ പൂർത്തീകരണം എന്നോണം അവൻ കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്നത് നമ്മൾക്കെല്ലാം ഇഷ്ടമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം അതിന്റെ 19-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ ഇങ്ങനെയായി വായിക്കുന്നത്, സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിന്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു, അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ജെറുസലേം ദേവാലയത്തിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്ന യേശുവിനെ എല്ലാവർക്കും സ്വീകാര്യമാണ്. എന്നാൽ നീതിമാനെന്നും സത്യവാനെന്നും വിശ്വസ്തനെന്നും വിളിക്കപ്പെടുന്ന അധികാരത്തിന്റെ ദണ്ഡുമായി കടന്നു വരുന്ന വെള്ളക്കുതിരയുടെ പുറത്ത് യുദ്ധ ആരവുമായി കടന്നു വരുന്ന ക്രിസ്തുവിനെ ആർക്കും കാണാൻ പോലും കഴിയത്തില്ല. കാരണം അവൻ ഒരേ നിമിഷം നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമാണ്. ആകയാൽ നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിന്റെ ആലയം ഇന്ന് വിശുദ്ധിയോടെ അല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ, പാപത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ ഈ ശരീരത്തെ അശുദ്ധിക്ക് നമ്മൾ വിട്ടുകൊടുക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നീതിയോടെ വിധിക്കുന്നവനാ. അവസാന വിധി ദിവസം വിധിയാളനായി കർത്താവ് വരുമ്പോ അവന്റെ വിധിക്ക് മുൻപിൽ നമ്മളും നിൽക്കേണ്ടി വരും. ആകയാൽ ആ കർത്താവിനോട് നമ്മളൊന്ന് പറഞ്ഞേ, അപ്പാ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. യേശുവേ നാഥ, അവിടുന്ന് എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെ അവിടുത്തെ വിശുദ്ധിയോടെ ഒന്ന് കാത്തു പരിപാലിക്കണമേ. നിന്റെ വിശുദ്ധിക്കായി ഞാൻ ദാഹിക്കുന്ന ദൈവമേ. മാർന്നൊരു നയനമോടെ കർത്താവേ നീ എന്നെ നോക്കരുതേ, ക്രോധമിഴും മുഖ ഭാവമോടെ കർത്താവേ നീ എന്നെ ശാസിക്കല്ലേ. ദൈവസന്നിധിയിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, യേശു കടന്നു വന്നത് കഴുതപ്പുറത്താണെങ്കിൽ ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, അവൻ ആ കഴുതയെ സ്വീകരിച്ചത് ബത്ഫേഗ എന്ന സ്ഥലത്ത് നിന്നാണ്. ചരിത്രത്തിൽ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇസ്രായേലിൽ ബത്ഫേഗ എന്ന സ്ഥലം ലേവി പൗരോഹിത്യം, പുരോഹിതന്മാർ താമസിച്ചിരുന്ന ഒരു നഗരമായിട്ടാണ് ചരിത്രങ്ങൾ വ്യക്തമായി നമ്മളോട് പറയുന്നത്. യേശു ആ കഴുതയെ സ്വീകരിച്ചത് പുരോഹിതന്മാരുടെ നഗരത്തിൽ നിന്നാണ്. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യത്തിലാണ് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ നിത്യപുരോഹിതനായ ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഇതവൻ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോ ഓശാനകൾ പാടിക്കൊണ്ട് അവനെ എതിരേൽക്കുമ്പോ, അവൻ കഴുതക്കുട്ടിയുടെ പുറത്തു വരുമ്പോ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, അവൻ നമുക്ക് വേണ്ടി തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ ആ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ, ആ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രധാന പുരോഹിതൻ ബലിവസ്തുമായി കടന്നു വരുന്നത് പോലെയല്ല ഇന്ന് യേശു ആ കഴുതക്കുട്ടിയുടെ പുറത്ത് ഒരു പ്രധാന പുരോഹിതനായി തന്റെ തന്നെ ശരീരമാകുന്ന വിരിയിലൂടെ തന്റെ തന്നെ ശരീരമാകുന്ന ബലിവസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയർപ്പിക്കുവാൻ അവിടുന്ന് കടന്നു വരുമ്പോ ഇതാ കഴുതക്കുട്ടിയുടെ പുറത്താണ് അവൻ വരുന്നത്. അത് പുരോഹിതന്റെ അതേ കഴുതയുടെ പുറത്ത് തന്നെയാണ് യേശു ക്രിസ്തു വരുന്നത്. സാധാരണഗതിയിൽ പുരോഹിതന്മാർ കടന്നു വരുമ്പോ, പ്രത്യേകിച്ച് വർഷത്തിൽ ഒരിക്കൽ ബലിയർപ്പിക്കാൻ വരുമ്പോ, തന്റെ ശരീരം ശവശരീരത്തിലോ മറ്റുള്ള വസ്തുക്കളിലോ തൊടാതെ
അവൻ കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്നു. അവന്റെ കാൽപാദം പോലും മണ്ണിൽ തൊടാതെ ജനങ്ങൾ അവന് വേണ്ടി വസ്ത്രങ്ങൾ വിരിച്ചു കൊടുക്കും. കാരണം ഓരോരുത്തരുടെയും പാപപരിഹാര ബലിക്കാണ് ഇതാ പ്രധാന പുരോഹിതൻ ബലിവസ്തുവുമായി കടന്നു വരുന്നത്. എന്നാൽ ഇവിടെ കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്ന യേശു ക്രിസ്തു മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യ പ്രകാരം അവൻ അർപ്പിക്കാൻ കൊണ്ടുവരുന്ന വസ്തു ഭൂമിയിലെ യാതൊന്നുമല്ല, സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പമായ തന്റെ തന്നെ ശരീരമാണ് ഇതാ യേശു നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ കൊണ്ടുവരുന്നത്. ഭൂമിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാതെ ഇതാ യേശു സ്വർഗത്തിൽ നിന്നും നമുക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ബലിയാകാൻ കടന്നു വന്നപ്പോ ഇസ്രായേൽ ജനം മുഴുവൻ അവരുടെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വിരിച്ചുകൊണ്ട് യേശുവിനെ ദേവാലയത്തിന്റെ അങ്കണത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഇന്ന് എത്ര പേർക്ക് നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിന്റെ ആലയത്തിലേക്ക് എനിക്ക് വേണ്ടി ബലിയായി തീർന്ന, എനിക്ക് വേണ്ടി യാഗമായി തീർന്ന, അവസാന തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി ബലിയർപ്പിച്ച ആ യേശുവിന്റെ മുൻപിലേക്ക് എത്ര പേർക്ക് നമ്മുടെ ശരീരത്തെ സമർപ്പിക്കാൻ സാധിക്കും? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുക, എന്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുവിൻ. ദൈവം ആഗ്രഹിക്കുക നമ്മുടെ ശരീരം, നമ്മുടെ ആലയം പരിശുദ്ധമായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ഈ ദിവസം ദേവാലയത്തെ വിശുദ്ധീകരിച്ച ദൈവത്തിന്റെ ദിവസം നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തെ ഒന്ന് പരിശുദ്ധമാക്കണമേ, അവിടുന്ന് ഒന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ ശരീരത്തിലെ എല്ലാ പാപക്കറകളും കഴുകിക്കൊണ്ട് എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തിൻ്റെ ആലയമായി എന്നെ പൂർണ്ണമായി മാറ്റണമേ. എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ ശരീരത്തെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ ആത്മാവിനെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ കണ്ണുകളെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയ വിചാരങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ ശരീരത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറകളും കഴുകിക്കൊണ്ട് യേശുവേ നാഥാ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. ദൈവസന്നിധിയിലൊന്ന് പറഞ്ഞ്, ഞാൻ പാപിയാണ് ദൈവമേ, നിന്റെ രക്തത്താൽ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ രക്തത്താൽ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണം. അവിടുന്ന് കോപത്തോടെ എന്നെ നോക്കാതെ നിന്റെ ശരീരത്താൽ, നിന്റെ രക്തത്താൽ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ ദൈവമേ. അവിടുത്തെ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ അപ്പാ. അവിടുത്തെ ആത്മാവ് കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. അവിടുത്തെ അഗ്നിയാൽ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ യേശുവേ, യേശുവേ.
എന്നെ ഒന്ന് വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ, വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. പിതാവേ, അവിടുത്തെ സ്വർഗം തുറക്കുമ്പോ ആ വെള്ള കുതിരയുടെ പുറത്ത് കർത്താവേ നീ വരുമ്പോ എന്നെ വിശുദ്ധിയുള്ളവനായി കാണുക. വിശുദ്ധരുടെ കൂട്ടത്തിൽ കർത്താവേ നിന്നോടൊപ്പമായിരിക്കാൻ, വാനമേഘങ്ങളിൽ എന്റെ കർത്താവിനോട് കൂടെ ചേർന്ന് പോകുവാൻ അഭാ അവിടുന്ന് എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. അവിടുന്ന് എന്നെ ക്രോധത്തോടെ നോക്കരുതേ, അവിടുന്ന് എന്നെ കോപത്തോടെ ശകാരിക്കരുത് ദൈവമേ. എന്റെ ശരീരം പൂർണ്ണമായി ഒന്ന് വിശുദ്ധീകരിക്കണമേ അപ്പാ, പൂർണ്ണമായി എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ, വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. യേശുവേ നാഥ, എന്റെ ശരീരത്തെ അവിടുന്ന് ഒന്ന് വിശുദ്ധീകരിക്കണമേ. എന്റെ ആത്മാവിനെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. പൂർണ്ണമായി നിന്റെ വിശുദ്ധിയിലായിരിക്കുവാൻ ഈ വിശുദ്ധിയുള്ള ആചരണത്തിൽ, ഈ വിശുദ്ധിയുടെ ആഴ്ചയിൽ, ഈ ഹോളി വീക്കിൽ കർത്താവേ അവിടുന്ന് ഞങ്ങളൊന്ന് വിശുദ്ധീകരിക്കണമേ. ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപിയും ബലഹീനമായി ഞങ്ങളുടെ ശരീരത്തിലേക്ക്, ഞങ്ങളുടെ ആത്മാവിലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് കൃപയോടെ കേൾക്കണമേ. ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ.